ദുരന്തബാധിതർക്ക് ഇഞ്ചിമുട്ടായിയുമായി വാഴൂർ മത്തായി. അടുത്ത പിരിവിന് വല്ല കോളുമുണ്ടോ എന്നറിയുവാൻ ഓർത്തഡോക്സ് മാമോൻ സഭയുടെ മത്തായി മൂന്നാമൻ ഇന്ന് ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇറങ്ങി. വാഴൂർ മത്തായിക്ക് വരുവാൻ എളുപ്പമുള്ള അടുത്ത പ്രദേശമായ റാന്നി പെരുന്നാട് മടത്തിപ്പുഴ ദുരിതാശ്വാസ ക്യാമ്പിലാണ് മത്തായി രണ്ട് ചുവന്ന നൈറ്റിക്കാരന്മാരെയും കൂടെ കൂട്ടി ഇഞ്ചിമുട്ടായി വിതരണം നടത്തിയത്. ഇഞ്ചിമുട്ടായി വിതരണത്തിനിടയിൽ മത്തായിയുടെ കൈമണപ്പിക്കുവാനുള്ള ഒരാളെയും പരിപാടി ആസൂത്രണം ചെയ്തിരുന്നവർ ഒരുക്കിയിരുന്നു. ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. മത്തായി യാത്രയാകുമ്പോഴും മത്തായിയുടെ കൈമടപ്പിച്ചാണ് യാത്രയാക്കിയത്. യഥാർത്ഥത്തിൽ ഈ ഓർത്തഡോക്സ് സഭയെ ബാധിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് മത്തായി മൂന്നാമൻ എന്നാണ് വിശ്വാസി സമൂഹം പറയുന്നത്. 2018 ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച കോടികൾ എവിടെ പോയി എന്ന് ഒരു കണക്കുമില്ല. വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച 15 കോടിയോളം രൂപ നിക്കറിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച് അവിടെ ഒരു ഇഞ്ചിമുട്ടായി പോലും ഇതുവരെ കൊടുക്കാത്ത തീവട്ടിയാണ് ഇന്ന് റാന്നിയിൽ വന്നിറങ്ങി ഇഞ്ചിമുട്ടായിയുമായി കറങ്ങിയത്. എന്തിന്? മാധ്യമങ്ങളിൽ വാർത്ത വരണം. ഇവൻ എന്തെങ്കിലും ഉളുപ്പുണ്ടോ? ഇനി ചെന്നിട്ട് കൽപ്പന വിടും, നാം എല്ലാവരെയും ചേർത്ത് നിർത്തണം, ഉദാരമായി സംഭാവന നൽകണം എന്നൊക്കെ പറഞ്ഞ്. ദുരിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബന്ധുമിത്രാദികൾ പ്രയാസത്തിലും ദുരിതത്തിലും ദുഃഖമായിരിക്കുന്നവർക്ക് എല്ലാ കൈത്താങ്ങും നാം എല്ലാവരും ചേർന്ന് നൽകേണ്ടിയിരിക്കുന്നു. വിശ്വാസികളെ, ഇനിയും നിങ്ങൾ വഞ്ചിതരാകരുത്. എന്തെങ്കിലും സഹായം നൽകുവാനുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് നൽകുക. നദികളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും മത്തായി മൂന്നാമൻ ഇന്ന് ഉത്തരവിട്ടു. ഈ പൈശാചിക സഭയുടെ മുകൾ തട്ട് മുതൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ആവാസന്മാരായ പൗരോഹിത്യ മാലിന്യങ്ങളെ വാരിക്കളയാതെ നാറ്റം സഹിക്കവയ്യാഞ്ഞ വിശ്വാസികൾ ശ്വാസം മുട്ടുകയാണ്. മത്തായി ആദ്യം ഈ മാലിന്യങ്ങളെ വാരി പുറത്തിട്ടിട്ട് ബാക്കി കാര്യം സർക്കാർ നോക്കിക്കൊള്ളും. ഇന്ന് വാഴൂർ മത്തായി ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുവാൻ കൂടെ ആരൊക്കെയാണ് കൂട്ടിയത് എന്ന് കാണുക. റാന്നി നിലയ്ക്കൽ ഭദ്രാസനം ആഭാസന്മാരുടെയും ദുർനടപ്പുകാരുടെയും ഗുഹയാക്കി മാറ്റിയ അരമന മേരിയുടെ സ്വന്തം നിക്കോദിമോസ്, ഫാദർ വാഴക്കുന്നത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡാഷ്മോൻ. ഇവൻ കാരണമാണ് അരമന മേരി ആറ്റിൽ ചാടി ചാകാൻ ഒരുങ്ങിയത്. രണ്ടാമത്തെ മുതൽ ആരാണെന്ന് കാണുക. ഇടുക്കി ഗെറ്റ്സിമോൻ അരമനയിൽ ഒരു ഒട്ടത്തിയെ കൊണ്ട് താമസിപ്പിച്ച വിരുദ്ധൻ തേൻകണി കേസുകളിൽപ്പെട്ട് കോടികളുടെ ബാധ്യതയുണ്ടാക്കി അരമനയും സ്ഥലവും ഫെഡറൽ ബാങ്കിൽ പണയം വെച്ച് ജപ്തിയാക്കിയവൻ. പൗലോസുദിയൻ കാതോലിക്ക ഭദ്രാസന ഭരണത്തിൽ നിന്നും മാറ്റി മുറിയിൽ പൂട്ടിയിട്ടവൻ. ഈ സർവത്ര ദുരന്തങ്ങളാണ് ഇന്ന് ദുരന്തഭൂമിയിൽ ഇഞ്ചിമുട്ടായിയുമായി വന്ന് PR പണി നടത്തിയിട്ട് പോയത്. 50 രൂപയുടെ ഒരു പാക്കറ്റ് ഇഞ്ചിമുട്ടായി കൊണ്ട് 1 കോടി രൂപയുടെ മൂല്യമുള്ള PR ഇന്ന് മാധ്യമങ്ങളിൽ ഇവർ നടത്തി. ഈ പരിപാടികളെയും ഒക്കെ കൂട്ടിപ്പോയ മത്തായിയോട് പറയുവാനുള്ളത്, നിങ്ങൾ ആ പോയപ്പോൾ ആ റോഡ് സൈഡിൽ നിന്നെങ്ങാനും കുറെ ബോണ്ടയെങ്കിലും മേടിച്ച് ആ വിശന്നിരുന്നവർക്ക് കൊണ്ട കൊടുത്തിരുന്നുവെങ്കിൽ ഒരു അന്തസ്സില്ലായിരുന്നു, അവരുടെ വിശപ്പെങ്കിലും മാറില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. നിന്റെയൊക്കെ പ്രാർത്ഥന ഏത് പട്ടിക്ക് വേണം? നീയൊക്കെ പ്രാർത്ഥിച്ചാണ് ഈ പ്രളയമൊക്കെ ഉണ്ടായത്. ഓർത്തഡോക്സ് സഭയെ ആകമാനം വരിഞ്ഞു മുറുകി കിടക്കുന്ന ഈ ആഫ്രിക്കൻ പായൽ ആർക്ക് വലിച്ചു പറിച്ച് കളയുവാൻ പറ്റും? പൗലോസുദിനെ കിടത്തിയ ദൈവം ഉടനടി ഇടപെടും എന്നാണ് വിശ്വാസികളുടെ ഏക പ്രതീക്ഷ. വാഴൂർ മത്തായിയോട് പറയുകയാണ്, നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ പറയാതിരിക്കുവാൻ നിർവാഹമില്ല. വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച ആ 15 കോടി അർഹതപ്പെട്ടവർക്ക് നൽകാതെ മത്തായി തന്നെ ഇനി ഇമാതിരി പണിക്ക് വെളിയിൽ കാണരുത്. അതുപോലെ ഇയാളുടെ കൂടെ 25 വർഷമായി കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറെ ഇയാൾക്ക് കഴിഞ്ഞ മാസം പുറത്താക്കേണ്ടി വന്നു. ഇയാളുടെ കൂടെ നടന്ന ദിവസവും 10,000 രൂപ കിട്ടിയ ആ ഡ്രൈവർ വെള്ളമടിയും പെണ്ണുപിടിയും ഒക്കെ കലശലായി അവസാനം ഭാര്യ ഇതെല്ലാം പൊക്കി, ഭാര്യ വന്ന് മത്തായിയെ വന്ന് വിരട്ടി ലക്ഷങ്ങൾ അവർക്ക് നൽകേണ്ടി വന്നു. അങ്ങനെ ആ കേസ് സെറ്റിൽ ചെയ്തു എന്നാണ് വിവരം.
ആ ഡ്രൈവറെ ഇടികിട്ടാതെ മലങ്കര പ്രാഞ്ചി ജോജോ ദുബൈയിലേക്ക് കടത്തി എന്നാണ് വിവരം. മലങ്കര പ്രാഞ്ചിയും മാഫിയയുമായ ജോജോയുടെ ചില കടത്തലുകൾക്കായി ഈ മാമോൻ സഭയിൽ ഉടനടി ചില ചുവന്ന നെറ്റിക്കാരന്മാരെ റിക്രൂട്ട് ചെയ്യാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ പൈശാചിക സഭയുടെ മൂക്കുകയർ ഇന്ന് ജോജോ എന്ന് പറയുന്ന ആ മാഫിയ തലവന്റെ കയ്യിലാണ്. മുൻപ് കുന്നംകുളം തമ്പിയുടെ കയ്യിലായിരുന്നു നിയന്ത്രണം, ഇന്നത് ജോജോയുടെ കയ്യിലായി. മെത്രാന്മാർക്കുള്ള സ്വർണ്ണമാലയും അംശവടിയും മാത്രമല്ല, പ്രത്യേകം പറഞ്ഞു പണിയുന്ന നിക്കർ വരെ ജോജോ ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആരാണ് ഈ മലേഷ്യൻ ജോജോ? മലദ്വാർ ഗോൾഡും ജോജോ വിരിച്ചിറങ്ങുന്ന ചുവന്ന അങ്കിക്കാരും പരമ്പര ഉടൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.